വരാൻ ഇശി വൈകിപ്പോയി, ക്ഷമിക്കണം. വിരസത മാറ്റാൻ ഏറ്റവും നല്ലത് പടം കാണൽ തന്നെയാണ്. ഭ്രമയുഗം, ഉന്മാദത്തിൻ്റെ കാലം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ട്. എന്നടാ പടം. ആദ്യമായി ഡയറക്ടർക്ക് രാഹുൽ സദാശിവന് ഒരു ബിഗ് 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 സല്യൂട്ട്. കാരണം ഡയറക്ടറുടെ ഒരു വിഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതുപോലൊരു സാധനം, മമ്മൂട്ടിയെ വെച്ച് ഇതുപോലൊരു ക്യാരക്ടർ, അസാധ്യ പടമാണ്. തിയേറ്ററിൽ എല്ലാവരും പടം കഴിഞ്ഞിട്ടും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാനാവാതെ ഹുക്ക്ഡായി ഇരിക്കുന്ന രംഗം എൻ്റെ ഒരു മുൻ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. തിയേറ്ററിനകത്ത് വെച്ച് തന്നെ ഷൂട്ട് ചെയ്തത്. BGM, സിനിമയ്ക്ക് ചേർന്ന യാതൊരു വെച്ചുകെട്ടലുകളില്ലാത്ത BGM. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഫിലിം റിവ്യൂസിൽ പറയുന്ന കേൾക്കാറുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സിനിമൻ്റെ എല്ലാ സർവ്വ ഡിപ്പാർട്ട്മെൻറ്റും അതിഗംഭീരമായി പെർഫോം ചെയ്ത ഒരു പടം. അതിൽ എടുത്തു പറയാൻ അറിയാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ സൗണ്ട്, BGM, ആർട്ട്, ക്യാമറ, കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്ന 4 പേരാണ്. അതിൽ മമ്മൂട്ടി, മൈ ഡിയർ NSR പണി വെച്ചിരിക്കുക. നീങ്ക കൊടുമൺ പോറ്റിന്ന് പേര് വാങ്ങിച്ചത് ഒറ്റ ദിവസം കൊണ്ടാണ്. മെനിഞ്ഞാന്ന് കേസ് വന്ന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കുഞ്ചമൺ പോറ്റി ആൾ മാറി കൊടുമൺ പോറ്റിയായി. കാരണം അതിൽ ആ പേര് പറഞ്ഞ 1-2 ഷോട്ടേ ഉള്ളൂ. അതുകൊണ്ട് സിമ്പിളാകും. ചിലപ്പോൾ നേരത്തെ ചെയ്യിച്ചായിരിക്കും, അവരിത് മുന്നേ കണ്ടു കാണും. ബ്രില്യൻ്റ്ലി ഡൺ, ബ്രില്യൻ്റ്ലി പെർഫോംഡ്. മമ്മൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സിദ്ധാർത്ഥ ഭരതൻ്റെ അർജുന അശോകൻ ഒട്ടും മോശമല്ലെങ്കിലും സിദ്ധാർത്ഥ ഭരതൻ ആ ഫിഗറിലും ആ ഒരു എക്സ്പ്രഷനിലും കുറച്ചും കൂടി പവർഫുള്ളായി തോന്നിയത് സിദ്ധാർത്ഥ ഭരതനാണ്. എങ്കിലും 4 പേരും, പിന്നെ അർജുന അശോകൻ ആൻഡ് അമാൻഡ എന്നിവരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ സംഗതികൾ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി അഴിഞ്ഞാടുകയാണ്, ആവാഹിച്ചിരിക്കുകയാണ്. കാതൽ കണ്ടിട്ട് ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് ഓർമ്മ വരുന്നു, മമ്മൂട്ടി കഥാപാത്രങ്ങൾ ആവാഹിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടി കൊടുമൺ പോറ്റീനെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. മുഴുനീള ട്വിസ്റ്റുകളും സെക്കൻഡ് ഹാഫിലൊക്കെ ട്വിസ്റ്റുകളും ആ താക്കോലായിട്ട് ബന്ധപ്പെട്ടൊക്കെ അടുത്ത നിമിഷം എന്ത് എന്ന് ഒരു വിധത്തിലും പ്രവചിക്കാനാവാത്ത രീതിയിൽ ത്രില്ലിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കൊടൂര സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് ഒരു വിധത്തിലും ആസ്വാദനത്തിനെ ബാധിക്കാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു പടം, അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എക്സ്ട്രാ ഷോസൊക്കെ ആയിട്ട് പോസിറ്റീവ് റെസ്പോൺസ് വന്നു തുടങ്ങി, പടം കയറി തുടങ്ങി. ഇനി ഭ്രമയോഗത്തിൻ്റെ നാളുകളാണ്. ഒരാഴ്ച കഴിയുമ്പോഴാണ് മഞ്ഞുമ്മൽ ബോയ്സ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അതും നല്ല പടമായിരിക്കും. അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യണം. ഗുണ കേവ് എന്ന് പറയുന്ന സ്ഥലം, കമലഹാസൻ്റെ ഗുണ എന്ന സിനിമ എടുത്തതിന് ശേഷമാണ് കൊടൈക്കനാലുള്ള സ്ഥലത്തിൻ്റെ പേര് ഡെവിൾസ് കിച്ചൺ ആയിരുന്ന, അതുവരെ ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഭീകര സ്ഥലം ഗുണ കേവ് എന്നറിയപ്പെടാൻ തുടങ്ങി. കമലഹാസൻ കിളിപോയ ക്യാരക്ടർ അഭിനയിച്ച 4-5 പടങ്ങളുണ്ട്. നമ്മുടെ സൂര്യമാനസത്തിൽ ഉർമീസ് പോലെ 5-6 പടങ്ങളുണ്ട്. അതിലൊന്നാണ് ഗുണ എന്നുള്ളത് ആ പടത്തിൽ കമലഹാസൻ്റെ പേരാണ്. ഗുണ എന്നുള്ളത് ഗുണശേഖരനോ അങ്ങനെ എന്തോ ആണ്. മനിതർ ഉണർത്തുകൊള്ള ഇത് മനിതർക്കാതലല്ലേ, അതെയും താണ്ടി പുനിതമാണത് എന്ന് എക്കോ അടിക്കുന്ന അവസാനം കാമുകി മരിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്ലാറ്റോണിക് ലവ് സ്റ്റോറിയാണ്. ഒരു സൈക്കിക് ക്യാരക്ടറിൻ്റെ ഒരു പ്ലാറ്റോണിക് ടച്ചിങ് ലവ് സ്റ്റോറി ആയിരുന്നു. മാസ്റ്റർ പീസ് ആയിരുന്നു ഗുണ. ആ പടത്തിന് ശേഷം ആ സ്ഥലം ഗുണ കേവ് എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിർത്തിയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ എന്ന് പറയുന്നത് എറണാകുളത്ത് മറ്റൊരു സ്ഥലമാണ്. നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അധികം അറിയാത്ത ഒരു സ്ഥലമാണ് മഞ്ഞുമ്മൽ. അപ്പോൾ മഞ്ഞുമ്മലുള്ളൊരു കൂട്ടർ അവിടെ പോയിട്ട് ട്രാപ്ഡ് ആയതും, മഞ്ഞുമ്മലൊക്കെ അത് ഫേമസ് അത്ര, പക്ഷേ മലയാളികൾ അധികാരം അറിഞ്ഞിട്ടില്ല. ഞാനടക്കം അറിയില്ലായിരുന്നു. ആ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം സഹകരണം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ അതിസാഹസികമായ രക്ഷാപ്രവർത്തനമാണ് അതിൻ്റെ തീമെന്ന് മനസ്സിലാക്കുന്നു. എന്തെന്നായാലും അതിനുശേഷം ഒരുപാട് പേര് പിന്നെയും ആ ഗുണ കേവിൽ ട്രാപ്ഡ് ആവുകയും ശേഷവും മുമ്പോ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. 12ഓളം പേര് പിന്നെ ട്രാപ്ഡ് ആയതിനു ശേഷം ആ ഗുണ കേവ് എന്നേക്കുമായി ടൂറിസ്റ്റുകൾക്ക് കടക്കാനാവാത്ത വിധം ക്ലോസ്ഡ് ആണ്, അടച്ചു കളഞ്ഞു.
അതിൻ്റെ കഥ മേക്കിങ് ഒട്ടും മോശം വരില്ല. ന്യൂജനിലുള്ള ഒരുപാട് പേരുണ്ട്, സൗബിൻ ഷായറൊക്കെ ഉണ്ട്. എനിവേ ഇത് പ്രമേഹത്തെക്കുറിച്ചുള്ള സാധനമാണ്. എന്താ പറയുക, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. ഇത് OTT-യിൽ കാണേണ്ട പടമല്ല, ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഞാനിനി റിവ്യൂ ചെയ്തിട്ടോ ചെയ്യേണ്ടതുകൊണ്ടോ ഒന്നും കുറവോ കൂടുതലോ ഒന്നും വരാൻ പോകുന്നില്ല എന്ന് അറിവുള്ളതുകൊണ്ട് തന്നെയാണ് ലേശം വൈകിച്ചത്. ആസ്വദിച്ച് പടം കണ്ടു, ഒന്നും കൂടി കാണണം രാത്രി സമയത്ത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ടീം എടുത്ത എഫേർട്ടിന് എല്ലാ വിജയവും ഉണ്ടായി എന്നത് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ടീമിൽ ആരെങ്കിലും സിനിമ കാണുന്നുണ്ടെങ്കിൽ രാഹുൽ സദാശിവൻ ആൻഡ് മമ്മൂട്ടി ആൻഡ് ടീം, എ ബിഗ് സല്യൂട്ട്. ആൻഡ് കൂടുതലൊന്നും പറയാനില്ല. ശരി.